ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തിരിച്ചടിയുണ്ടായതിന് കാരണം അമിത ആത്മവിശ്വാസമാണെന്നാണ് യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആത്മവിമർശനം. മോദിയുടെ നേതൃത്വത്തിൽ 2014-2019 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും 2017-2022 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ആഗ്രഹിച്ച വിജയം നേടി. മുൻ തിരഞ്ഞെടുപ്പുകളിലേതിന് സമാനമായ വോട്ട് 2024-ലും ബിജെപി നേടി. എന്നിട്ടും വോട്ടുകളുടെ വ്യതിയാനവും അമിത ആത്മവിശ്വാസവും പ്രതീക്ഷകളെ വ്രണപ്പെടുത്തിയെന്നാണ് യോഗി ഏറ്റുപറഞ്ഞത്. യോഗിക്കൊപ്പം സ്മൃതി ഇറാനിയും JP നദ്ദയും അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ബിജെപി MLA രമേശ് മിശ്രയും UP മുൻ മന്ത്രി മോത്തി സിംഗും വളരെ രൂക്ഷമായ ഭാഷയിൽ വിയോജിപ്പും ഭരണത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തിക്കാട്ടി. ജൗൻപൂർ ജില്ലയിലെ ബദ്ലാപൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് രമേശ് ചന്ദ്ര മിശ്ര. പാർട്ടിയിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥിതി സംജാതമായെന്ന് പറഞ്ഞ മിശ്ര നിലവിൽ ബിജെപിയുടെ സ്ഥിതി വളരെ മോശമാണെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞു. വരുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി അധികാരത്തിലെത്തുന്ന സാഹചര്യമില്ലെന്നും മിശ്ര ചൂണ്ടിക്കാട്ടി. UPയിൽ ഭരണകക്ഷിക്ക് വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ കേന്ദ്ര നേതൃത്വം ഒരു സുപ്രധാന തീരുമാനം എടുക്കണമെന്നാണ് പ്രധാന വോട്ടർമാരും പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്നതെന്നും മിശ്ര പറഞ്ഞുവെച്ചു. ആ തീരുമാനം പ്രധാനമന്ത്രി തലത്തിലെ ഒരു നേതൃമാറ്റമാണെന്നും വിലയിരുത്തലുണ്ട്. മിശ്രയുടെ വീഡിയോ വൻ വിവാദമായതോടെ മിശ്ര കളം മാറ്റി ചവിട്ടി. 2027-ൽ സർക്കാർ രൂപീകരിക്കുമെന്ന മട്ടിൽ പുതിയ വീഡിയോ ഇറക്കി തടിയൂരി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന ആദ്യത്തെ ബിജെപി നേതാവല്ല മിശ്ര. നേരത്തെ മുതിർന്ന ബിജെപി നേതാവും പ്രതാപ്ഗഡ് ജില്ലയിലെ മുൻ MLAയുമായ രാജേന്ദ്ര പ്രതാപ് സിംഗ് എന്ന മോത്തി സിംഗ് ഒരു യോഗത്തിൽ തഹസീൽദാർ ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഇത്രയും വലിയ അഴിമതി കണ്ടിട്ടില്ലെന്ന് ആരോപിച്ചിരുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UPയിൽ ബിജെപിക്ക് 33 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. 2019-ൽ 62 സീറ്റുകൾ നേടിയിരുന്ന ബിജെപിക്ക് ഇത്തവണ നേരിട്ടത് കനത്ത തിരിച്ചടിയാണ്. ഇതേ ചൊല്ലിയുള്ള ചർച്ചകൾ UP ബിജെപിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയാണ്.